പ്രിയരെ നമസ്കാരം. ഞാൻ കാഞ്ഞിരപ്പള്ളി അഞ്ചിരിപ്പ എന്ന സ്ഥലത്ത് പെൻകെട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ മുമ്പിലാണ്. ഇവിടെ ചിക്കൻ്റെ കട്ടിങ് സെൻറ്ററും പ്രോസസ്സിങ്ങും കാണാൻ വന്നതാണ്. ബോഗിച്ചൻ നമ്മളോട് കൂടെയുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. എത്ര നാളായി ഈ സംരംഭം? ഞങ്ങൾ ഒരു കൊല്ലം കഴിഞ്ഞു. ഒരു വർഷം കഴിഞ്ഞു. ഇങ്ങനെയൊരു സംരംഭം തുടങ്ങാനായിട്ട് എന്താണ് ഇടയായത്? നമ്മുടെ നാട്ടിലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോഴിയുടെ പ്രോസസ്സിങ്ങും മീറ്റ് പ്രോസസ്സിങ്ങും എല്ലാം ഞാൻ കണ്ടു, മനസ്സിലാക്കി. ഈ ഏരിയയിൽ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഏരിയയിൽ അതിലൊത്തിരി വാല്യൂ അഡീഷന്, അതായത് ഒത്തിരി നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ പറ്റും എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാണ് ഇങ്ങനൊരു ഐഡിയയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പോൾ പ്രോജക്റ്റ് ഞാനും എൻ്റെ പാർട്ട്ണർ സിറാജ് ഞങ്ങൾ രണ്ടുപേരും ആലോചിച്ചു. എൻ്റെ പെങ്ങളുണ്ട്, പുള്ളിക്കാരിയുടെ എല്ലാവരോടും ആലോചിച്ചു. എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താൻ നോക്കി, കുറേ വായിച്ചു, പഠിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഇതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇതിനേക്കാളും ബെറ്ററായിട്ട് മീറ്റ് പ്രോസസ്സ് ചെയ്ത് ഇവിടെ കൊടുക്കാൻ പറ്റും, നമ്മുടെ നാട്ടിൽ കൊടുക്കാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലായത്. സോ അത് കാരണമാണ് പതുക്കെ ഞങ്ങൾ ഇത് തുടങ്ങുകയും ഇപ്പം ഞങ്ങളൊരു കൊല്ലത്തിന് മുകളിലായി ഞങ്ങൾ പോകുന്നു, ഭംഗിയായിട്ട് നടക്കുന്നു. അത്യാവശ്യം നല്ല ഒരു ദിവസം ഞങ്ങൾക്ക് ഒരു 2,000 കിലോ എടുത്തു, അതിന് മുകളിലോ ഓർഡർ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ കർക്കിടകമാണ്, അപ്പോൾ താരതമ്യേന കുറവാണ്. ഞങ്ങൾ അടുത്ത ഇതിലേക്ക് ചിങ്ങം ആകുമ്പോഴത്തേക്ക് ഇനിയും കൂടും. ഏറ്റവും കൂടുതൽ കേറ്ററിങ്ങും അങ്ങനത്തെ ഓർഡറുകളുള്ള സമയം അതാണ്. ഒരു ദിവസം എപ്പോഴാണ് ഈ വർക്ക് തുടങ്ങുന്നത്? ഞങ്ങൾ രാവിലെ ഒരു 4 മണി അല്ലെങ്കിൽ വലിയ ഓർഡർ കുറവാണെങ്കിൽ ഒരു 5 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. എന്തായാലും വൈകുന്നേരം ഒരു 3 മണി വരെയൊക്കെ ഓടും. ഞങ്ങൾ 2:30-3 ഓർഡർ അനുസരിച്ച്. ഈ ഓർഡർ എപ്പോഴാണ്? തലേ ദിവസമാണോ അതോ നേരത്തെ? ഓർഡർ മിക്കവാറും മാക്സിമം 95% ഓർഡറും തലേദിവസമാണ് വരുന്നത്. ഇവിടെ എത്ര പേർക്ക് തൊഴിൽ കൊടുക്കാൻ? ഞാനിപ്പം ഒരു 10-13 പേരെ ഉണ്ട്, തൊഴിലാളികൾ ഉണ്ട്. അതിൽ ഞങ്ങളുടെ ഒരു മിക്സ്ഡ് കൾച്ചർ, അതായത് ലേഡീസ് കുറച്ച് പേരുണ്ട്, ജെൻസ് ഉണ്ട്, അതുപോലെ അതർ സ്റ്റേറ്റ് ഉണ്ട് കുറച്ച് പേര്. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. ഇവിടുത്തെ പ്രവർത്തന രീതികളെ കുറിച്ച് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഞാൻ പറഞ്ഞില്ല 5 മണിയാകുമ്പോൾ ഞാൻ തന്നെ വരും. എൻ്റെ തൊഴിലാളികളെ ഞാൻ തന്നെ എഴുന്നേൽപ്പിച്ച്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവർക്ക് മാക്സിമം റെസ്റ്റ് കിട്ടണം എന്നൊരു ചിന്താഗതി ഉള്ള ആളാണ്. ഓർഡർ കുറവാണെങ്കിൽ ഞാൻ ലേറ്റായിട്ടേ വരുള്ളൂ. അത് അവരെ ഈ രാവിലെ എഴുന്നേൽക്കുന്ന റെസ്പോൺസിബിലിറ്റി ഞാൻ അവരുടെ തലയിലൂടെ അടിച്ചിട്ടില്ല, ഞാൻ തന്നെ അത് കേൾക്കുന്നത്. എന്നിട്ട് ഞാനാണ് ഷെഡ്യൂൾ ചെയ്യുന്നത്. രാവിലെ ഞാൻ കാണിച്ച പോലെ ഷെഡ്യൂൾ ചെയ്യും. രാവിലെ അന്നത്തെ ഓർഡർ എല്ലാ ഓർഡറുകളും വെച്ച് ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ട് ഓർഡർ സ്റ്റാർട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കയ്യിലാണ്. ബോൾ ഈസ് ഇൻ ദെയർ കോർട്ട് എന്ന് പറയില്ലേ, പന്ത് അവരുടെ കോർട്ടിലാണ്. പിന്നെ അവർക്ക് ഞാൻ ഷെഡ്യൂൾ കൊടുത്തേക്കും. അവരത് നോക്കി ഓരോ കോഴി ഓരോ ഇത് എത്ര കട്ട് ചെയ്യണം, എത്ര പീസ് കട്ട് ചെയ്യണം, അതൊക്കെ ഉണ്ട്. അതെല്ലാം അവർ നോക്കി ചെയ്തോളും. എന്നിട്ടൊരു 7 മണി കഴിയുമ്പോഴത്തേക്ക് ഡെലിവറി തുടങ്ങും. 7 മണിയാകുമ്പോഴത്തേക്ക് രണ്ട് റൂട്ടുണ്ട്, 3 റൂട്ടുണ്ട്. ഇപ്പം 3 റൂട്ടും ഡെലിവറി പോകും 7 മണി കഴിയുമ്പോൾ. പിന്നെ ഡിപ്പെൻസ്, ചിലർക്ക് നേരത്തെ വേണമെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ നേരത്തെ എത്തിച്ചു കൊടുക്കും. കട്ടിങ്ങിനായിട്ട് എത്ര മെഷീൻ? ഞങ്ങൾക്ക് കട്ടിങ് 3 മെഷീനുണ്ട്. മാനുവൽ കട്ടിങ് ഒരെണ്ണമുണ്ട്, അതായത് കത്തി വെച്ചുള്ള കട്ടിങ് ഒരെണ്ണമുണ്ട്. അത് പിന്നെ മെഷീൻ കട്ടിങ് 3 മെഷീനുണ്ട്. മെഷീൻ ഉപയോഗിച്ചാൽ കൂടുതൽ മെഷീൻ ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും കാരണം ചില സിറ്റുവേഷനിൽ തീരുന്നതിന് പ്രശ്നം വരും. അതായത് ഈ അതായത് തടിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് കൂടുതലാണ്. അപ്പം ചില സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് അത് യൂസ് ചെയ്യേണ്ടി വരും. കണ്ടമാനം ഓർഡർ ആയി കഴിയുമ്പോൾ അപ്പോൾ സ്പീഡ് പെട്ടെന്ന് കട്ട് ചെയ്ത് മാറും. അതും ഞാൻ ഹൈജീനിക് പ്രാക്ടീസ്, അതായത് ക്രോസ് കണ്ടാമിനേഷൻ ഉണ്ടാകാതെ നോക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ മറ്റേ ചിന്തേരി മെഷീനൊക്കെ യൂസ് ചെയ്താണ് നമ്മൾ അതിനെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. തടിയെ ഡ്യൂട്ടി പണി തീരുമ്പോൾ അത് ചിന്തേരിട്ട് റെഡിയാക്കും. ഈ കോഴിയുടെ കില്ലിങ് ഏത് രീതിയാണ്? അതായത് കില്ലിങ് കോൺസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ബ്ലഡ് പോകുന്ന ഒരു രീതിയാണ് നമ്മുടേത്. അപ്പോൾ അതിൽ കോഴിയുടെ ക്വാളിറ്റി ബെറ്ററാവും. കാണാൻ തന്നെ ഒരു കളർ തന്നെ ഡിഫറെൻറ്റാണ്, റെഡിഷ് ആയിരിക്കത്തില്ല. നമ്മുടെ കോഴി നല്ല ഭംഗിയായിരിക്കും കാണാതിരിക്കുന്നത്. അതിൻ്റെ അപ്പോഴത്തെ ബ്ലഡൊന്നും പറ്റിയില്ല, തീരെ ബ്ലഡ് കാണത്തില്ല, അതിൻ്റെ ദേഹത്തൊന്നും ബ്ലഡൊന്നും കാണത്തില്ല. അതായത് അതിൻ്റെ ഫെദറയിലൊന്നും, അതായത് അതിൻ്റെ പപ്പയിലൊന്നും ഒരു ബ്ലഡൊന്നും കാണത്തില്ല, നല്ല നീറ്റായിരിക്കും. ഈ കോഴി എവിടുന്ന, സ്വന്തം ഫാമിൽ നിന്നാണോ അതോ പുറത്തുനിന്ന് വേറെ മേടിക്കുമോ? ഞങ്ങൾക്ക് രണ്ടും ഉണ്ട്, ഞങ്ങളുടെ സ്വന്തമുണ്ട് പുറത്തുനിന്നുണ്ട്. കാരണം വെച്ചാൽ വോളിയം ഒത്തിരി ആയി കഴിയുമ്പോൾ ഞങ്ങൾക്ക് സ്വന്തം ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ പക്ഷേ പുറത്തുനിന്ന് ഒരു കാര്യം എപ്പോഴും ഞാൻ ഉറപ്പിക്കുന്നുണ്ട്, അതായത് ഞാൻ പുറത്തുനിന്ന് എന്ന് പറഞ്ഞാൽ തമിഴ്നാട് അങ്ങനെ പോയി എടുക്കുന്നൊന്നുമില്ല. അവിടെ ശരിക്കും പറഞ്ഞാൽ പലരും തമിഴ്നാടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 10 രൂപയൊക്കെ ലാഭം കിട്ടും ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ. ഞാനത് പോകാറില്ല. ഞാൻ ഇവിടുത്തെ ലോക്കൽ ഏരിയയിലുള്ള ലോക്കൽ ഫാർമേഴ്സിൻ്റെ മാത്രമാണ് കോഴി എടുക്കുന്നത്. വർഷങ്ങളായിട്ട് അറിയാവുന്ന ഫാർമേഴ്സുണ്ട്,
എനിക്ക് കോഴിത്തീറ്റയുടെ കടയുണ്ടായിരുന്നു. അപ്പോൾ അത് ആയിട്ട് ബന്ധപ്പെട്ട നല്ല ഫാർമേഴ്സ് ഉണ്ട്. എനിക്കറിയാം അവർ ആവശ്യമില്ലാത്ത ഒരു മെഡിസിനോ ഒരു സാധനം കൊടുക്കത്തില്ല. കോഴിക്ക് ഈ എന്നാ ചെറിയ അസുഖങ്ങളോ വയറ്റിൽ അസുഖം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇഞ്ചി കലക്കി കൊടുക്കുന്ന ഫാർമേഴ്സാണ്. അങ്ങനത്തെ ഭയങ്കര നന്നായിട്ട്, അതായത് സ്വന്തം മക്കളെ പോലെ കോഴിയെ നോക്കുന്ന കുറേ ഫാർമേഴ്സ് ഇവിടെ ഉണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. അത്രയും നീറ്റായിട്ട് അവർ പറയുന്നത് വെച്ചാൽ രണ്ട് രീതിയിൽ. ഒന്ന്, മരുന്ന് മേടിക്കുമ്പോൾ മരുന്നിൻ്റെ എക്സ്പെൻസ് കൂടുന്നു, അപ്പോൾ നാച്ചുറൽ വേസ് ആണ് ബെറ്റർ എന്നാണ് അവർ പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്യുന്ന ഫാർമേഴ്സിൻ്റെ നിന്നാണ് കോഴിയെല്ലാം ഞാൻ എടുക്കുന്നത്. എനിക്കറിയാം എവിടെ നിന്ന് എൻ്റെ കോഴി വരുന്നതെന്നുള്ളത്. ഇപ്പോൾ എത്ര ഡിസ്ട്രിക്റ്റ് കൂടെ ഈ ചിക്കൻ കൊടുക്കുന്നുണ്ട്? ഞങ്ങളിപ്പോൾ 2 ഡിസ്ട്രിക്റ്റാണ് കവർ ചെയ്യുന്നത്. ഒന്ന് മെയിനായിട്ട് ഇടുക്കി, പിന്നെ കോട്ടയം. എറണാകുളം എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ ഇപ്പോൾ കോട്ടയം ചെയ്യുന്നുണ്ട്. കോട്ടയത്തിന് ഞങ്ങൾക്ക് റീഫർ വണ്ടിയെല്ലാം ഉണ്ട്. അപ്പം ഞങ്ങൾ എറണാകുളത്തിനും അടുത്തൊരു റീഫർ വണ്ടിയുടെ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എറണാകുളത്ത് ഞങ്ങൾ ചെയ്യാൻ പ്ലാനുണ്ട്. നല്ല വോളിയം ഉള്ളവർക്ക് കൊടുക്കാൻ ആലോചിക്കുന്നുണ്ട്. ഈ കമ്പനിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ഏതൊക്കെ രീതിയിൽ പാലിക്കുന്നുണ്ട്? ഞങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് വേണ്ട എല്ലാവിധ ഗ്ലൗസ്, ഹെയർ നെറ്റ്, അതുപോലെ ഏപ്രൺസ്, കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മുടെ ജോലി ചെയ്യുന്നവർക്ക് ബൂട്ട് എല്ലാം ഞങ്ങൾ ജോലി ചെയ്യുന്നവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റെപ്പ് 1 ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ബാത്ത് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതായത് കാല് കഴുകി അകത്ത് കയറുന്ന രീതിയിലുള്ള ഒരു സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള വെള്ളത്തിൽ, അതായത് പൊട്ടാസ്യം പെർമാനേറ്റ് അങ്ങനത്തെ ഇതിട്ടിട്ട് ഉള്ള വെള്ളത്തിലേക്കാണ് ചവിട്ടിയിട്ട് അകത്തേക്ക് കയറുമ്പം ഏറ്റവും നീറ്റായിട്ട് ഒരു രീതിയിലുള്ള കണ്ടാമിനേഷൻ ഇല്ലാതെ നമ്മൾ നോക്കുന്നത്. പിന്നെ അകത്താണെങ്കിലും ഞങ്ങൾ കഴുകുമ്പം കെമിക്കൽസ് യൂസ് ചെയ്യാറില്ല. അകത്ത് കഴുകുമ്പോൾ ഞങ്ങൾ ഫ്രഷ് വാട്ടർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഞങ്ങൾ ഈ സർവീസ് സ്റ്റേഷനിലെ വാഷർ അതാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സോ ദാറ്റ് ഏറ്റവും വൃത്തിയായിട്ട് ഏറ്റവും നീറ്റായിട്ട് അവിടെ കിടക്കും. കാരണം ഇപ്പം ഞാൻ നിങ്ങളെ വീഡിയോ കാണിക്കാം, നിങ്ങളെ സ്ഥലം കാണിക്കാം. ഈ കഴുകി ഇപ്പം ഒരു കൊല്ലം കഴിഞ്ഞ യൂണിറ്റാണെന്ന് ഓർക്കണം. ഞങ്ങൾ കഴുകിയിട്ടേക്കുന്നത് നിങ്ങൾ കണ്ടു നോക്ക്. ഇതിൻ്റെ ഈ വേസ്റ്റ് മെറ്റീരിയൽ ഏതൊക്കെ രീതിയിലാണ് ഇവിടെ പ്രോസസ് ചെയ്യുന്നത്? ഞങ്ങൾക്ക് ഇപ്പോൾ ഫോർ ദ ടൈം ബീങ് ഞങ്ങൾക്ക് 2 മെത്തേഡാണുള്ളത്. ഒന്ന്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗ്യാസ് പ്ലാന്റ് ഉണ്ട്, പിന്നെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ട്. അപ്പോൾ കുറച്ച് വേസ്റ്റ് അതിലേക്കാണ് പോകുന്നത്. പിന്നെ ബാക്കിയുള്ളത്, അതായത് പപ്പ്, പൂട, കുറേ മറ്റേ എവിസറേറ്റ് ചെയ്ത സാധനങ്ങൾ, അതെല്ലാം ഞങ്ങൾ മറ്റേ ഈ ഒരു കമ്പനിയായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുക. അവർ വന്ന് രാത്രി വന്ന് എടുത്തുകൊണ്ട് പോകും എവറി ഡേ. അവർ ഈ വളം ഉണ്ടാക്കുക അങ്ങനത്തെ കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. സോ അവരെടുത്തുകൊണ്ട് പോകും. സോ അങ്ങനെയാണ് ഞങ്ങൾ വേസ്റ്റ് ഡീൽ ചെയ്യുന്നത്. കട്ട് ചെയ്ത ചിക്കൻ സൂക്ഷിക്കാനൊരു ചില്ലിങ് യൂണിറ്റ് ഉണ്ടോ? യെസ്, ഞങ്ങൾക്ക് ഒരു മുറിയുണ്ട്. 6x10 അടി സൈസുള്ള മുറിയാണ്. ഞങ്ങൾ അധികം യൂസ് ചെയ്യാറില്ല. പക്ഷേ ഞങ്ങൾ രാവിലെ ഇപ്പോൾ ചില സമയത്ത് 4 മണിക്ക് 3 മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യും ഞങ്ങൾ. അപ്പോൾ അന്നേരം ചെയ്തത് അപ്പം തന്നെ ഞങ്ങൾ ചില്ലറിലേക്ക് കയറ്റി വെച്ചേക്കും. സോ ദാറ്റ് ഒരു ഫ്രഷ്നെസ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, ചിക്കൻ്റെ ആ ഒരു ഫ്രഷ് അപ്പീൽ പോകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലൈസ് വന്നിരിക്കാതിരിക്കാൻ. കാരണം വെച്ചാൽ ഇത് എപ്പോഴും ചിക്കൻ, എനി മീറ്റ്, എന്ത് മീറ്റും കണ്ടാമിനേറ്റ് ആകുന്നത് ഇതേ ഫ്ലൈസ് വന്നിരുന്ന് കഴിയുമ്പോഴാണ്. നമ്മൾ കാണുന്ന മറ്റേ മണിയനീച്ചയുണ്ട്, ഈച്ച വന്നിരിക്കുമ്പോൾ അത് മുട്ടയിട്ടിട്ട് പോകും. അത് ഒരു 4-5 hours അങ്ങനെ ഇരുന്നാൽ അതിൽ ഉറപ്പായിട്ടും പുഴുണ്ടാവും. അങ്ങനെയാണ് ഇതുണ്ടാകുന്നത്. ഈ കണ്ടാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ചിക്കൻ മോശമാകാൻ തുടങ്ങുന്നത് അങ്ങനെയാണ്. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്, ഈ ഫ്ലൈസിന് ആക്സസ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ചില്ലറിലേക്ക് തന്നെ കയറ്റും ഞങ്ങൾ. കട്ട് ചെയ്ത് ഫ്രഷ് ക്ലീൻ ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞാൽ ചില്ലറി കയറ്റും. അപ്പോൾ ഒരു 2-3 hours ചിലപ്പോൾ ഇരുന്നിട്ടായിരിക്കും നമ്മൾ സപ്ലൈ തുടങ്ങുന്നത്. സപ്ലൈ തുടങ്ങുമ്പോൾ ചെറിയൊരു കൂളിംഗാണ്. സോ അത് അഗെയിൻ ഈ ബാക്ടീരിയൽ ഗ്രോത്തിനെ സ്ലോ ചെയ്യും. ഒരു കോളേജ് അധ്യാപകനായിട്ട് ഈ രംഗത്തേക്ക് വന്നു. അപ്പോൾ ഇതിനി വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലും പ്ലാനോ ഭാവിയിലേക്ക് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനി ഞങ്ങൾ ഒത്തിരി കംപ്ലയിൻസ് മീറ്റ് ചെയ്യാനുണ്ട്. എന്തേലും ഉണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് എന്തായാലും ഉറപ്പാണ് ഒരു 1-2 ഏജൻസീസിൻ്റെ സർട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് ആവശ്യം വരും. സ്റ്റെപ്പ് 1 ആയിട്ട് ഞാൻ ഹൈജീൻ സർട്ടിഫിക്കേഷൻ എടുക്കാൻ പോവുകയാണ്. അത് ലോക്കലി അത് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങൾ വൃത്തിയുണ്ടെന്ന് ഞങ്ങൾ പറയുന്നതിൽ നല്ലത് ഒരു ഹൈജീൻ സർട്ടിഫൈ ചെയ്യുന്ന ഫുഡുകാരുടെ ഏജൻസി പറയുന്നതാണ് ഇപ്പോഴും നല്ലത്. ഫുഡുകാരോട് ലിങ്ക് ചെയ്തിട്ടുള്ള പല ഏജൻസികളുണ്ട് ഹൈജീൻ സർട്ടിഫൈ ചെയ്യുന്നവർ. അവരെ കൊണ്ട് ഞാൻ ഓഡിറ്റ് ചെയ്യിപ്പിക്കാനൊരു പ്ലാൻ എനിക്കുണ്ട്. പ്ലാൻ എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ട് അവരുമായിട്ട് ഇപ്പോൾ ഓൾറെഡി സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. സോ ഒരു വലിയ താമസമില്ലാതെ തന്നെ ഞാൻ ഹൈജീൻ റേറ്റിംഗ് എടുക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ റേറ്റിംഗ് ഇവരിപ്പോൾ എനിക്ക് ഒരു 3 star തന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് എൻ്റെ ന്യൂനതകൾ കൃത്യമായി മനസ്സിലാവും. അതനുസരിച്ച് എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താൻ സാധിക്കും. അതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻ്റ് അല്ല, കണ്ടിന്യൂവൽ ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഞാൻ ചിന്തിക്കുന്നത്. എപ്പോഴും നമ്മൾ ഓരോ ദിവസവും ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കുക, ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. കുറച്ച് സമയം കൊണ്ട് വളരെയധികം കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഈ കമ്പനി ഇനി വളരെയധികം ഉന്നതങ്ങളിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ സ്വന്തം ബിഗ് ടെക് ന്യൂസ് കേരള. നമസ്കാരം. ഓക്കെ, താങ്ക് യു.